ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാൻ നമുക്ക്. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഒന്നുകൂടി ഞാൻ ആ വാക്യത്തിൻ്റെ പ്രസക്തമായ ഭാഗം ആവർത്തിക്കുന്നു. മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. എൻ്റെ കൂടെ ചേർന്ന് പറയണം, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രസക്തമായ ഭാഗം ഞാൻ എടുത്തു പറയുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. 2 വാക്യം കൂടെ ചേർത്തിട്ട് ഞാൻ പഠിക്കുവാണ്. ദൈവം ഊതിയ 2 സന്ദർഭങ്ങൾ ബൈബിളിലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇടുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പഴയ നിയമത്തിനകത്തും ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തിനകത്തും പറഞ്ഞു. യഹോവ ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. യേശുക്രിസ്തു ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. കരങ്ങളെ ഉയർത്തിയ ഹല്ലേലൂയ. ഞാനത് സമയം ഒത്തിരി ഇല്ല, ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇത് 2 ഭാഗത്തുമാണ് ദൈവം മനുഷ്യൻ്റെ മേൽ ഊതി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആമേൻ. 2 വാക്യങ്ങൾ ഞാൻ വായിപ്പിച്ചത് എൻ്റെ സ്വന്തമൊന്നുമല്ല, ബൈബിലുള്ള വാക്യമാണ് ഞാൻ നിങ്ങൾ വായിപ്പിച്ചത്. ആമേൻ. ഇനി നിങ്ങളിത് കേട്ടുകൊണ്ട് പാസ്റ്റർ എന്നാണ്ടോ ഇതുവരെ കേൾക്കാത്ത സാധനം പറയുവാന്നൊന്നും പറയരുത്. ഇതൊരു ബൈബിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആമേൻ. പഴയ നിയമത്തിനകത്ത് ഉൽപ്പത്തിയിൽ ബൈബിൾ പറയുന്നു യഹോവ ഊതി. ഇനി ഉൽപ്പത്തിയുടെ ചരിത്രം നമുക്കറിയാം. ശൂന്യമായിരുന്നു ഈ ഭൂമി, അല്ലേ? പാഴുമായിരുന്നു, ശൂന്യമായിരുന്നു. അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി ഞാൻ ഉൽപ്പത്തി 1-ാം അധ്യായം പഠിക്കാൻ പോകണ്ടല്ലോ. ആമേൻ. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. സുധീഷ് ബ്രദർ സുഖമുണ്ടോ? പനിയൊക്കെ മാറിയോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബൈബിൾ പറയുന്നു ആമേൻ, പാഴായും ശൂന്യവുമായിരുന്നു. അടുത്തെന്നാ പറഞ്ഞ്, ഈ ശൂന്യമായിരുന്ന ദിവസത്തിൽ കർത്താവിന് തോന്നി ഇത് ശൂന്യമായിരിക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കണം. അല്ലേ? ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ഇനി ഈ ചെയ്യൽ കൂടുമ്പോഴാണ് ചിലർ നോക്കിയിട്ട് പിള്ളേരൊക്കെ ഇവനൊത്തിരി വിരിവിരിപ്പാണ്. അത്രയും വിരിവിരിപ്പ് അത്രയും വേണ്ട. ഒരു അല്ലേലിയോട് പറഞ്ഞില്ലല്ലോ. അവൻ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. അതൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അത് കൂടിപ്പോകുമ്പോഴാണ് അടുത്ത പ്രശ്നം സൃഷ്ടിക്കുന്നത്. അത് പോട്ടെ, കൂടുതലൊന്നും പോകണ്ട, ആവശ്യത്തിന് മതി. ആമേൻ. ഈ 1-ാമത്തെ ദിവസം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പിന്നെ വെളിച്ചങ്ങൾ സൃഷ്ടിച്ചു. ദിവസങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും കർത്താവ് വൈകുന്നേരമായപ്പോൾ പറഞ്ഞു, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. നല്ലത് എന്ന് ദൈവം കണ്ടു, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. നല്ലത് എന്ന് ദൈവം കണ്ടു, സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. ശരിയല്ലേ? ഇങ്ങനെ ബൈബിളിൽ കൊടുത്തേക്കുന്നത്. നല്ലത് എന്ന് ദൈവം കണ്ടു. നമ്മളാണെങ്കിലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെറിയ ഇന്നത്തെ ദിവസം പോയി. പക്ഷെ കർത്താവ് ചെയ്തേച്ച് പറയുക, നല്ലതെന്ന് ഞാൻ കണ്ടു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? തുടക്കത്തിൽ ഇങ്ങനെ അങ്ങ് പോവുക, അവസാനം ആ ഊത്തം തന്നെന്ന് പറഞ്ഞേച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വാ, ശ്രദ്ധിച്ചേക്കണേ. നല്ലത് എന്ന് കണ്ട് ദൈവം സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. അടുത്തും സൃഷ്ടിച്ചു, ആ ചരാചരങ്ങൾ സൃഷ്ടിച്ചു, സകല സസ്യങ്ങളെയും വൃക്ഷങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. ആമേൻ. അടുത്ത് ദൈവം ഭൂമിയിലെ മൃഗങ്ങളെ സൃഷ്ടിച്ചു. ആമേൻ. സമുദ്രത്തിൽ വെള്ളത്തിൽ വളരുന്ന സകല ജീവജാലങ്ങളും സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടിച്ച സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം ആമേൻ കഴിഞ്ഞു. ഞാൻ പറയട്ടെ, 5-ാം ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസമായപ്പോൾ കർത്താവ് ഇനി എന്നാ സൃഷ്ടിക്കും? മരങ്ങളായി കഴിഞ്ഞു, പിന്നെ
ജീവജാലങ്ങളായി. പട്ടി നിർമ്മിച്ചു, പട്ടിയെ സൃഷ്ടിച്ചു, പിന്നെ ആനയെ സൃഷ്ടിച്ചു, പിന്നെ എല്ലാം സൃഷ്ടിച്ചു. ഇനി ഒന്നുമില്ല, എല്ലാം ആയി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിന് തൃപ്തിയില്ല. എന്തില്ല? തൃപ്തിയില്ല. ഇതൊന്നും പോരാ, നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു സൃഷ്ടി കൂടെ സൃഷ്ടിക്കണം. ആമേൻ. പെർഫെക്റ്റ് ആയിട്ടാ ഈ കാണുന്ന സകലത്തിനെയും കർത്താവ് വരട്ടെ എന്ന് വിളിച്ചു വരുത്തിയപ്പോൾ 6-ാമത്തെ ദിവസം ദൈവം ചിന്തിച്ചു, ഇന്നിത്തി വർക്ക് ചെയ്യാം, ഇന്നിത്തിരി എന്ത് ചെയ്യാം? ജോലി ചെയ്യാം. ആമേൻ. ഈ ജോലി എന്നാന്ന് ചോദിച്ചാൽ കർത്താവ് ചോദിച്ചു, മണ്ണിനങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് ആമേൻ എന്ത് ചെയ്യുക? വലിയവരാരും ചെയ്യത്തില്ല. ഇതൊക്കെ ആരും ചെയ്യുന്ന പരിപാടിയാ? പറയാൻ എന്താ മടി? പിള്ളേർ ചെയ്യുന്ന പരിപാടിയാണ്. ദൈവം പിള്ളേരെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. പിള്ളേർ ചെയ്യുന്ന പോലെ കുറച്ച് മണ്ണൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്തു എടുത്തിട്ട്, ക്ലേയൊക്കെ അങ്ങോട്ട് എടുത്തിട്ടിട്ട് കർത്താവ് ഇച്ചിരി വെള്ളമൊക്കെ തട്ടി ഒന്ന് കുഴച്ചു. ഹല്ലേലൂയ. പിള്ളേരെ, നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, നാളെ മുതൽ ചെയ്യരുത്, കിട്ടും. ആമേൻ. അപ്പോൾ ക്ലേയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഒന്ന് കുഴച്ചേച്ച കർത്താവിൻ്റെ മനസ്സിനകത്ത് ഒന്നൊരു ഐഡിയയിൽ മനുഷ്യനെ അങ്ങോട്ട് സൃഷ്ടിക്കുക. ഇന്നലത്തെ പട്ടിയും പൂച്ചയും മരങ്ങളും എല്ലാം കർത്താവ് പറഞ്ഞു വരട്ടെ 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 എന്നെല്ലാം പറഞ്ഞ 5 ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം പറയുക, ഈ ഉണ്ടാക്കിയതിനെ എല്ലാം വാഴുവാൻ ഞാൻ ഒരാളെ സൃഷ്ടിക്കാൻ പോവുക. ദൈവത്തിൻ്റെ കൈ കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ ആ ഭാഗം ഇങ്ങനെ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ഞാനൊരു സന്ദേശത്തിൽ ഇങ്ങനെ കേൾപ്പാനിടയെത്തിയിരുന്നു. 5 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ചിട്ട് 6-ാമത്തെ ദിവസം ദൈവം ആരെ സൃഷ്ടിക്കുക? മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പം ഞാനിങ്ങനെ ഇത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു സന്ദേശം എന്ന് പറയുന്നത്, മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുൻപ് അവൻ ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതിയിരുന്നു. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് 5 ദിവസങ്ങൾ കൊണ്ട് അവനുള്ള കരുതലെല്ലാം ദൈവം ദേശത്തല്ലെങ്കിൽ ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് വൈകൽക്കാലവും ഞാനും നിങ്ങളോട് പറയാം, നിന്നെ സൃഷ്ടിക്കുന്നതിന് മുൻപ് നിനക്കുള്ള സകലതും എൻ്റെ ദൈവം കരുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാനും ആമേൻ പറയാനും ദൈവജനം തയ്യാറാണെങ്കിൽ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. യേശുവിന്റെ നാമത്താൽ ജയ. ആമേൻ. കർത്താവ് പറയുന്നു, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് 5 ദിവസങ്ങൾ കൊണ്ട് എല്ലാം അവർക്കുള്ളത് കരുതിയിരിക്കുകയാണ്. അപ്പൊ ദൈവം ചുമ്മാതെ സൃഷ്ടിച്ചല്ല, ദൈവം ഒരുന്ന് സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിനുള്ള കരുതലെല്ലാം ദൈവം ഒരുക്കിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. അനീഷ് ബ്രദറെ സുഖമാണല്ലോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രയും നാളായി കണ്ടിട്ട്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ് പറയുന്നു, ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ മനുഷ്യനുള്ളതെല്ലാം 5 ദിവസങ്ങൾ കൊണ്ട് ദൈവം കരുതിയിരിക്കുക. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഞാനും നിങ്ങളും വരും എന്നറിയാമായിരുന്ന ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്നലകളിൽ എന്തൊക്കെയോ കരുതി വച്ചിട്ടുണ്ട്. 2024 ഈ കരുതലിലേക്ക് ദൈവത്തിന്റെ ജനം ഈ ദിവസങ്ങളിൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുക. ഈ കരുതൽ നിനക്ക് വേണ്ടി ദൈവം വച്ചിട്ടുണ്ട്. ആമേൻ. അതവിടെ നിൽക്കട്ടെ. ഇനി 6-ാം ദിവസം ദൈവം മനുഷ്യനെ നിർമ്മിച്ചു, അല്ലേ? അപ്പം നിർമ്മിക്കുന്ന സമയത്ത് ദൈവം എന്ത് നിർമ്മിച്ചു? മനുഷ്യൻ്റെ കൈ നിർമ്മിച്ചു, മനുഷ്യൻ്റെ കാല് നിർമ്മിച്ചു, മനുഷ്യൻ്റെ കണ്ണ് നിർമ്മിച്ചു, മനുഷ്യൻ്റെ ശരീരം നിർമ്മിച്ചു. ശരിയല്ലേ? മണ്ണിൽ നിന്നെടുത്തത് മണ്ണിലേക്ക് പോകുമ്പോഴും അതേ ശരീരം അങ്ങ് പോവുമല്ലേ? ഇത് തന്നെയല്ലേ മണ്ണിൽ നിന്ന് ദൈവം നിർമ്മിച്ചത്? നിർമ്മിച്ചപ്പോഴും എന്തുണ്ട്? കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവത്തിന് തോന്നി ഇതുകൊണ്ട് ഇവൻ വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് ദൈവത്തിന് തോന്നിയ സമയം, ആമേൻ, ഇനി അവൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല, ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് ഈ ഒരൊറ്റ വാക്യത്തിലാണ് പറയുന്നത്. ഉണ്ടാക്കിയ സമയം മുതൽ കൈ ചലിച്ചോ എന്നോട് ചോദിക്കരുത്. കാല് ചലിച്ചോ? ബൈബിൾ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. ആമേൻ. കാല് ചലിച്ചിട്ടുണ്ടോ എന്നോട് ചോദിക്കരുത്. ആമേൻ. ഞാൻ പറയട്ടെ, ദൈവം ഉണ്ടാക്കി അത് ജീവച്ഛവമായി കിടന്നതാണോ അതോ എന്തെങ്കിലും അനക്കം ഉണ്ടായിരുന്നോ എന്നെനിക്ക് വിവേചിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. എങ്കിലും ഞാൻ പറയാം, ദൈവം നോക്കിച്ചു പറഞ്ഞു, കർത്താവിൻ്റെ കൈ തൊടുന്നതൊന്നും ആമേൻ അത് പ്ലാവിലെ ആയാൽ പോലും ചലിക്കുമെന്നത് സത്യമാണ്. ആമേൻ. പക്ഷേ കൈ കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടാ ഈ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതൊന്നും പോരാ.
അവൻ്റെ പവർ ഇതൊന്നും പോരാ. ഈ കിടക്കുന്നതോ അല്ലെങ്കിൽ ചാരി നിർത്തിയിരിക്കുന്നതോ ആയ മനുഷ്യനെ കർത്താവ് അടുത്തേക്ക് ചെന്നിട്ടെന്ന് പറഞ്ഞോ, അവൻ്റെ മൂക്കിൽ ശ്വാസത്തെ ഊതി. ആമേൻ. ബൈബിൾ പറയുന്നു, ശരീരം തൊട്ട് മുൻപും ഉണ്ടായിരുന്നു, അവൻ്റെ കണ്ണ് തൊട്ട് മുൻപും ഉണ്ടായിരുന്നു, അവൻ്റെ കൈ തൊട്ട് മുൻപും ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണോ ഊതിയത്, ആ ഊതിയതിലൂടെ ഒരാത്മാവ് അവൻ്റെ അകത്തേക്ക് കയറുകയും അവൻ ജീവനുള്ളവനായി എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിങ്ങളോട് കൈമാറുന്ന ഒരു സത്യമുണ്ട്. നിന്റേതല്ലാത്ത ഒന്ന് സ്വർഗം നിന്റെ അകത്ത് സ്ഥാപിച്ചത് അന്ന് യഹോവ ഊതിയിട്ട യേശുവിന്റെ നാമത്താൽ ജയ. പരിശുദ്ധന്മ പറയുന്നു, അന്ന് മനുഷ്യന്റെ മേൽ യഹോവ ഊതി. ബൈബിൾ പറയുന്നു, അവൻ എഴുന്നേറ്റ് ആത്മാവിന്റെ ശക്തിയോടെ നടക്കാൻ തുടങ്ങി, ജീവനുള്ള ദേഹിയായി മാറി. അല്ലേ? ജീവനുള്ള ദേഹിയായി മാറി. ഈ ദേഹിയായി മാറിയ മനുഷ്യൻ അല്ലെങ്കിൽ അന്നു മുതൽ എഴുന്നേറ്റ് നടന്നു. കർത്താവ് അവരോട് പറഞ്ഞു, ആനയെ നിങ്ങൾ വാഴണം, സിംഹത്തിൻ്റെ മേലും നിങ്ങൾക്ക് വാഴ്ചയ്ക്കുള്ള അതോറിറ്റി ഉണ്ട്, പ്രകൃതിയുടെ മേൽ നിങ്ങൾ വാഴണം. സകല അതോറിറ്റിയും കൊടുത്ത ഈ പ്രത്യേകതയുള്ള മനുഷ്യനെ ദൈവം തോട്ടത്തിനകത്ത് നിർത്തി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആമേൻ. ഒന്നുമല്ലാത്ത മനുഷ്യൻ. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മെക്കാൾ എത്ര കരുത്തനാണ് ആന എന്ന് പറയുന്നത്. ആനയെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആന നമ്മളെക്കാൾ എത്രയോ വലിപ്പമുള്ള ആന. അതിൻ്റെ തുമ്പിക്കൈ, അതിൻ്റെ കാല്, അതിൻ്റെ വാല്, അതിൻ്റെ ചെവി, ഇതൊക്കെ കണ്ട് നമ്മൾ അതിശയപ്പെടുമ്പോൾ ഈ ആനയെ മെരുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആരാ? ഇത്തിരി പോന്ന ഒരു ചെറിയ മനുഷ്യനാ. ശരിയല്ലേ? വാഴുക എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നിന്നെക്കാൾ കരുത്തുണ്ട്. ആമേൻ. മരത്തെ പിഴുതെറിയാൻ കരുത്തുള്ള ആനയെപ്പോലും മനുഷ്യ നീ വാഴാൻ പോവുകയാണ്. ഇന്ന് പകൽ ദൈവം കൊടുത്ത ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ചിലതിനെ വാഴുവാൻ തക്കവണ്ണമുള്ള ഒരു കരുത്ത് അതിനകത്തുണ്ടായിരുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് ആമേൻ അനുഭവിക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ മേൽ പകർന്നിരിക്കുന്നത് ഒരു ചെറിയ സാധനമല്ല. ചിലതിനെ വാഴാൻ തക്കവണ്ണമുള്ള ഒരു കരുത്ത് ദൈവം നിന്നിൽ പകർന്നിരിക്കുന്നു. കാഴ്ചയ്ക്ക് നീ ചെറുതായിരിക്കും, കാണാൻ നിന്റെ പക്കൽ ഒന്നുമില്ല. പക്ഷെ ഒന്ന് ഊതിയിലൂടെ മനുഷ്യൻ വ്യത്യസ്തനായി മാറി. ആനയെ നിർമ്മിച്ചിട്ട് ദൈവം ഊതി എന്ന് പറഞ്ഞിട്ടില്ല. അവൻ സിംഹത്തെ നിർമ്മിച്ചിട്ട് ദൈവം ഊതി എന്ന് പറഞ്ഞിട്ടില്ല. അവൻ ജീവജാലങ്ങളെ നിർമ്മിച്ചിട്ട് ഊതി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മണ്ണിൽ മെനഞ്ഞ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവം അവന്റെ മേൽ ജീവശ്വാസമൂതി. ഹല്ലേലൂയ. അപ്പൊ ഊതിയപ്പോൾ എന്ത് കിട്ടി? ഒരാത്മാവകത്തോട്ട് കയറി. ശ്രദ്ധിക്കണം, ഊതിയപ്പോൾ എന്ത് കിട്ടി? ഒരാത്മാവകത്തോട്ട് കയറി. ആമേൻ. എൻ്റെ അതിലൂടെ ഒന്ന് വന്നാലേ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകത്തുള്ളൂ. ആമേൻ. ആത്മാവകത്തോട്ട് കയറി. ഈ കിട്ടിയ ആത്മാവിന് എന്താ പ്രത്യേകത? എല്ലാത്തിനും വാഴാനുള്ളൊരു കരുത്തുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം ചിന്തിച്ചു, കുഴപ്പമില്ല, മനുഷ്യൻ വാണോള്. ദൈവം മനുഷ്യനെ വാഴുവാൻ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട. ആമേൻ. അത് നോക്കണം, മനുഷ്യൻ്റെ പണി തുടങ്ങി. നാള് കുറച്ച് കഴിഞ്ഞു. ഇനി എൻ്റെ ചിന്ത, ആമേൻ, ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. ഞാൻ പറയട്ടെ, മനുഷ്യൻ ആനയെ ജയിച്ചു. വലിപ്പമുള്ള ആനയെ ആര് ജയിച്ചു? മനുഷ്യൻ ജയിച്ചു. വലിപ്പമുള്ള മൃഗങ്ങളെ ആര് ജയിച്ചു? മനുഷ്യൻ ജയിച്ചു. സിംഹത്തെ ജയിക്കുന്നു, കടുവയെ ജയിക്കുന്നു. അതൊന്നും കടിച്ചു കീറിയവരെ തിന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം ജയിച്ചു എന്നല്ലേ? ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് ഇതൊന്നും അവരെ നശിപ്പിച്ചില്ല. അവർ ആരെ ജയിക്കുക? സകലത്തിനെയും ജയിക്കുക. നാളുകൾ ചിലത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ബൈബിൾ പറയുന്നു, ആമേൻ, ഈ തോട്ടത്തിനകത്ത് ആമേൻ ഒരു പാമ്പ് കയറി വരിക. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആര് കയറി വന്നു? പാതർന്ന് പറ. പാമ്പ് കയറി വരും. നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ച് അടുത്ത ആ സെക്കൻഡ് വാചനം കൂടെ ഒന്ന് കേട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അധിക സമയമൊന്നും ഇല്ല, ഒരു 15 മിനിറ്റോടെ മതി. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചേക്കണം. ഒന്ന്, അന്ന് സിംഹത്തെ ജയിച്ചു, കരടിയെ ജയിച്ചു, ആനയെ ജയിച്ചു, എല്ലാ മൃഗങ്ങളെയും ജയിച്ചു. പക്ഷെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാമ്പ് പതിയെ ഇഴഞ്ഞ് ഈ തോട്ടത്തിൻ്റെ അകത്തോട്ട് കയറി. ഈ പാമ്പ് പതുക്കെ വന്ന്, പാമ്പ് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഹല്ലേലൂയ. പകുതി പേര് പറയും, അതേ ഉള്ളൂ പാസ്റ്റേ. ഉറങ്ങിയാലും പാമ്പ്, നടന്നാലും പാമ്പ്, ഇരുന്നാലും പാമ്പ്, വീട്ടിൽ പോയാലും പാമ്പ്, എന്ത് ചെയ്താലും പാമ്പ്. എവനെന്ന് ഓടിക്കാനായി ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഹല്ലേലൂയോടെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, എവിടെ ചെന്നാലും പാമ്പ് കാണുന്ന ഒരുപാട് അനുഭവങ്ങൾ. ആമേൻ. കഴിഞ്ഞ ദിവസവും എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, പാസ്റ്ററെ
ഞാൻ ഈ ഒരു അനുഭവം പറഞ്ഞൊരു സമയത്ത് തീർന്നു പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ, 2 തവണ 2 കാലിലും എന്നെ പാമ്പ് കടിച്ചു പാസ്റ്ററെ. പക്ഷെ കൃപയാൽ ചത്തില്ല. കാരണം ദൈവത്തിന് ആവശ്യമുണ്ട്. തോൽക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ജയിക്കാനാ. പരിശുദ്ധാത്മാവിനാ ഇന്ന് പകൽക്കാലം ഈ ആരംഭ സമയത്ത് ആരോടൊക്കെ പറഞ്ഞ, തോൽക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ജയിക്കാനാ. അവൻ നിന്റെ അകത്ത് ജീവന്റെ ശ്വാസത്തെ ഊതി തന്നത് തോറ്റുപോകാനല്ല, തോറ്റു കൊടുക്കാനല്ല, അവൻ ജയിക്കാൻ വേണ്ടിയാ. വാഴാൻ ദൈവം നിന്റെ മേലധികാരം തന്നെങ്കിൽ നീ വാഴുക തന്നെ ചെയ്യും. എവിടെ തോറ്റു കൊടുക്കേണ്ടവനല്ല. ആമേൻ. ഞാൻ പറയട്ടെ, ഈ ഒരു ദിവസം ഈ പാമ്പ് അങ്ങോട്ട് അകത്തോട്ട് കയറി വന്നു. ഈ പാമ്പങ്ങത്തോട്ട് കയറി വന്നപ്പോൾ അവ്വയെ കണ്ടു. അവ്വയെ കണ്ടപ്പോൾ ഒന്ന് തോന്നി, സംസാരിച്ച കൊള്ളാമെന്ന് തോന്നി. സംസാരിച്ച കൊള്ളാമെന്ന് തോന്നിയപ്പോൾ പാമ്പിൻ്റെ ഭാഷ വ്യത്യസ്തമാണെങ്കിലും പാമ്പ് മനുഷ്യൻ്റെ ഭാഷയിൽ അങ്ങോട്ട് ഇടപെടാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ, മനുഷ്യൻ്റെ ഭാഷയിൽ അങ്ങോട്ട് ഇടപെടാൻ തുടങ്ങി. അവ്വയ്ക്ക് കാര്യം പിടികിട്ടി, തമ്മിൽ സംസാരിക്കുക. ശ്രദ്ധിക്കണം, എന്നെ സംസാരിച്ച് വേറൊന്നും സംസാരിച്ചില്ല. എന്താണോ നിയമവിപരീതം അത് മാത്രമേ സംസാരിച്ചുള്ളൂ. ഒരു ഹല്ലേലൂയ ഇവിടെ നിങ്ങൾ പറഞ്ഞില്ല. ശ്രദ്ധിക്കണം, എന്താണോ ഇല്ലീഗൽ അത് മാത്രമേ ഈ പാമ്പ് സംസാരിച്ചുള്ളൂ. ഞാനും നിങ്ങളോട് പറയാം, ഈ പാമ്പ് അത് മാത്രമേ സംസാരിക്കുന്നു. എന്താണോ ന്യായപ്രമാണത്തിന് വിപരീതം അത് മാത്രമേ പാമ്പ് പറയൂ. എന്താണോ ദൈവത്തിന് വിപരീതം അത് മാത്രമേ പാമ്പ് പറയൂ. എന്താണോ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് അത് മാത്രമേ പാമ്പ് സംസാരിക്കൂ. ഇത് തന്നെയല്ലേ അവയോട് സംസാരിച്ചത്. പാമ്പ് ചോദിച്ചു, എന്നാ പറഞ്ഞു? തോട്ടത്തിൽ എല്ലാ വൃക്ഷങ്ങളും കഴിക്കുക, പക്ഷെ കഴിച്ചുകൂടാത്ത ഒന്നുണ്ട്, അത് ഈ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലമാ. പാമ്പ് തിരിച്ചു പറഞ്ഞു, അത് കഴിച്ചുകൂടാത്ത എന്തെന്ന് നിനക്കറിയാമോ? നിനക്കറിയാത്തത് എനിക്കറിയാം. അതാണ് നമ്മുടെയൊക്കെ കുഴപ്പം. ഒരു ഹല്ലേലൂയ ഇവിടെ പറഞ്ഞില്ലല്ലോ. ആമേൻ. അവർക്കറിയാത്തതും ആദാമിനറിയാത്തതും പഠിക്കണമെന്നൊരു താല്പര്യം വരുമ്പോൾ ആരെ കൂട്ടുപിടിക്കുന്നു? ദേണ്ട ഈ പാമ്പിനെ കൂട്ടുപിടിക്കുന്നു. ഇതങ്ങോട്ട് കൂട്ടുപിടിച്ച് ചിലത് പഠിച്ചു കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങുന്നത്. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. നിങ്ങൾ ഹല്ലേലൂയ പറയത്തില്ല, എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിതൊക്കെ പറഞ്ഞേ. നമുക്കറിഞ്ഞിടാത്തത് പഠിക്കാൻ നമ്മൾ ആരെ കൂട്ടുപിടിക്കുന്നു? പാമ്പിനെ കൂട്ടുപിടിക്കുന്നു. അവൻ ചിലതൊക്കെ പഠിപ്പിക്കുകയാണ്. അവൻ പറയും, കഴിച്ചാൽ ചത്തുപോകുന്നത് തമ്പുരാൻ പറഞ്ഞില്ലേ, നീ ചാവത്തൊന്നുമില്ലെന്ന് പാമ്പ് ഇങ്ങോട്ട് പഠിപ്പിക്കുക. അപ്പം നമ്മൾ ഇത് പുതിയ അറിവാണല്ലോ. തമ്പുരാൻ പറഞ്ഞത് ചത്തുപോകുന്നല്ലേ, പിന്നെ പാമ്പേ നീ എന്നാ പറയുന്നേ? ചത്തുപോകത്തില്ല. പാമ്പ് ഞാനിവിടെ ഉണ്ട്, വേണമെങ്കിൽ നീ കഴിച്ചു നോക്ക്. ഇന്നലെ വരെ നമ്മുടെ ഉറപ്പ് ദൈവമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പാമ്പായി മാറി. ശ്രദ്ധിക്കണം, ഈ ഒരൊറ്റ സിറ്റുവേഷൻ ചില മിനിറ്റുകൾ കൊണ്ട് ബൈബിൾ പറയുന്നു, അവിടെ നടക്കുകയാണ്. ഈ സ്ത്രീ പാമ്പ് പറഞ്ഞതുപോലെ കായ്ഫലം പറിച്ചെന്ത് ചെയ്തു? താൻ കഴിച്ച് താനും നിരാശപ്പെട്ടില്ല. താൻ പോകുന്നത് കൊള്ളാം, തൻ്റെ ഭർത്താവിനെയും കൂടെ കൊണ്ടേ പോകത്തുള്ളൂ. ഒരു ഹല്ലേലൂയ ഇവിടെ പറഞ്ഞ്. ചിലരൊക്കെ അങ്ങനെയാണ്, ഞാൻ പോവുമെങ്കിൽ നിങ്ങളെയും കൊണ്ടേ പോകും. ഹല്ലേലൂയ. ഇവിടെ ആരും അങ്ങനെ പറയാത്തതിനായി സ്തോത്രം. നിങ്ങളെ മുഖം കാണുമ്പോൾ എനിക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. അല്ലേ? ചിലർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞേ. നമ്മളെ നോക്കാനൊന്നും വേണ്ട, പോട്ടെ. ഞാൻ പോവുകയാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ കൊണ്ടേ പോകും. ഇനി ഈ പറയുന്നതെല്ലാം നിങ്ങളായിരിക്കും. നിങ്ങളിത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. നിങ്ങളെല്ലാം പറയും പോവുമെങ്കിൽ നിങ്ങളെയും കൊണ്ട് പോകത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? എന്താണെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ശരിയായിക്കോണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ സ്ത്രീ ചിന്തിച്ചു, ഞാൻ ചാവുവാണെങ്കിൽ പുള്ളിക്കാരൻ മാത്രം ജീവിച്ചിരുന്നാൽ പറ്റത്തില്ല. ശരിയല്ലേ? ഞാൻ ചാവുവാണെങ്കിൽ പുള്ളിക്കാരൻ മാത്രം ജീവിച്ചിരുന്നാൽ ശരിയല്ല. അതുകൊണ്ട് ഞാൻ ചാവുവാണെങ്കിൽ പുള്ളിയും കൊല്ലണം, അല്ലേ? സുധീഷ്, അറിയില്ലേ നിനക്ക് വാക്യങ്ങളൊക്കെ? ഹല്ലേലൂയ. ആ പുതിയ വയന, നമ്മുടെ വയന. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നീ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവിടെ നിനക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ദൈവം കല്യാണമൊക്കെ ആകുമ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങും. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങളൊന്നും പഠിക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കൊച്ചു പിള്ളേരൊക്കെ നോക്കണം. അങ്ങനെയാണോ? നിങ്ങളൊന്നും അങ്ങനെ പറഞ്ഞുള്ളായിരുന്നു. അങ്ങനെ ചെയ്തുള്ളത്. ഞാനും ചാവും, നിന്നെയും കൊല്ലും. അതൊന്നും വേണ്ട നമുക്ക്. ഹല്ലേലൂയ. പോട്ടെ, ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഈ ഭാഗത്തിലേക്കൊന്ന് കയറി വാ. അവ്വ പറിച്ച് ആദ്യം അങ്ങ് തിന്നു. ഭർത്താവില്ല സമയത്ത് എന്ത് ചെയ്തു? ഭർത്താവില്ലാത്ത സമയത്ത് പുള്ളിക്കാരത്തിൽ തിന്നോ, മിച്ചം കുറച്ചങ്ങ് വച്ചേക്കുക. വച്ചേച്ച ഹസ്ബൻഡ് വന്നപ്പോൾ അല്ലെങ്കിൽ ആദാം വന്നപ്പോൾ എന്ത് ചെയ്തു?
പുള്ളിക്കാരനെ കുറിച്ച്, ചേട്ടാ ഇത് തിന്നാൻ കുറച്ചുകൂടെ എനർജി ഉണ്ടാകും, ഇത് തിന്നാൽ നമ്മൾ കുറച്ചുകൂടെ കണ്ണ് തുറക്കും, നമ്മൾ കുറച്ചുകൂടെ ശക്തരായി മാറും, ഇപ്പോഴിരിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടെ എന്ന് പറഞ്ഞ് ദൈവത്തെ പോലെയായി മാറും. ആമേൻ. ആദാം എന്ത് ചെയ്തു? ഇത് എവിടെ നിന്നാന്ന് ചോദിച്ചില്ല, എന്നതാന്ന് ചോദിച്ചില്ല. ഇച്ചിരി പണിയൊക്കെ കഴിഞ്ഞ് ആമേൻ വാഴയ്ക്ക് വളമൊക്കെ ഇട്ട് ക്ഷീണത്തോടെ വന്നപ്പോൾ പുള്ളിക്കാരത്തി നീട്ടി പുള്ളിക്കാരെ മേടിച്ചാൽ കഴിച്ചു. ഈ കഴിച്ച സന്ദർഭം നിങ്ങൾക്കറിയാവോ? അപ്പോഴാണ് മേലേന്നൊരു വിളി കേട്ടു, മക്കളെ നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കുവാണോ? പെട്ടെന്ന് ഈ ശബ്ദം കേട്ട സമയത്ത് എന്തോ ഒരു പിരിപിരിപ്പ് തോന്നി. പുള്ളി ചങ്കയിലങ്ങ് പിടിച്ചു വിഴുങ്ങാതിരിക്കാൻ. ആരാണ്? ആദാം. അങ്ങനെ ഉണ്ടായതാണ് ഈ ആദംസ് ആപ്പിൾ എന്നാരൊക്കെയോ പറഞ്ഞു. എന്നോട് ചോദിക്കരുത് സത്യാവസ്ഥ ഒന്നും ബൈബിളിലില്ല. ഇല്ലേ? സ്ത്രീകൾക്കുണ്ടോ ഇത്? തപ്പി നോക്കണ്ട, ഇല്ല. പുരുഷന്മാർക്കെല്ലാം കാണും ഇവിടെ ഒരു ആദംസ് ആപ്പിൾ. അങ്ങനെ അതിനെ പറയുന്നത് ആദംസ് ആപ്പിൾ. ഹല്ലേലൂയ. എല്ലാവരും തപ്പി നോക്കുക. മക്കളില്ല മക്കളെ. ഹല്ലേലൂയ. ഇല്ല 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 ഇല്ല. അപ്പോൾ ഈ ആപ്പിൾ എങ്ങനെ കിട്ടിയ? നമ്മൾ താഴോട്ട് ഇറക്കി രക്ഷപ്പെട്ടു, ബാക്കി ഇവിടെ ഇരിക്കുക. അതും കുഴപ്പമാണ് ഇവിടെ ഇരുന്നാൽ. ആമേൻ. ഏതായാലും ഇത് കഴിച്ച ഉടനെ ബൈബിൾ പറയുന്നു അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം. ഇനി 1-2 പോയിന്റ് ഞാൻ അവിടെ നിന്ന് പറയാൻ പോവാ. എന്ത് നഷ്ടപ്പെട്ടു? തേജസ്. ഇനി ആദം സാപ്പിളൊക്കെ വീട്ടിൽ ചെന്നിട്ട് നോക്കാമേ. ആമേ. തേജസ് നഷ്ടപ്പെട്ടു. ആമേ. തേജസ് നഷ്ടപ്പെട്ട ഇവർക്ക് മനസ്സിലായി തങ്ങൾ നഗ്നരാണ്. എന്നിട്ട് സംഭവിച്ചിട്ട് തന്നെ ചെയ്തേ. അപ്പൊ ഇന്നലെ ദൈവം വന്നപ്പോഴും ഇവർ ഒളിച്ചിട്ടില്ല. ഇന്ന് ദൈവം വന്നപ്പോൾ ഒളിക്കാനൊരു ടെൻഡൻസി. എന്തിനാ ഒളിച്ചത്? അനുസരണക്കേട് കാണിച്ചു. ഒരു ഹല്ലേലൂയ പറ. ഇനി അതവിടെ നിൽക്കട്ടെ. ദൈവം കൊടുത്ത ആത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വീണപ്പോൾ അവർ ദേശത്തെ വാണുകൊണ്ടിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു പാമ്പ് അതിനെ ജയിക്കാനിടയായിത്തീർന്നു. എൻ്റെ കൊണ്ടുണ്ടോ നിങ്ങൾ? ഒരു പാമ്പ് വന്ന് അതിനെ ജയിച്ചു കളഞ്ഞു. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ സകലത്തിനെ വാഴുന്ന ഇവർക്ക് ഒരു പാമ്പിനെ ജയിക്കാൻ പറ്റിയില്ല. അന്നവർ തോട്ടത്തിന് വെളിയിലായി, അന്നവർ തോട്ടത്തിൻ്റെ പുറത്തായി. കാലങ്ങൾ കഴിഞ്ഞു, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ പലതും കഴിഞ്ഞ പ്രവാചകന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, സുവിശേഷകന്മാർ, ഇങ്ങനെ കാലഘട്ടങ്ങൾ മാറി പലരും വന്നിട്ടും ജയിക്കാൻ കഴിയാത്ത ഒന്ന് ഈ സർപ്പമായിരുന്നു. അവൻ പലതിനെയും തള്ളി, പലതിനെയും വീഴ്ത്തിക്കളഞ്ഞ്, പലതിനെയും കൃപയിൽ നിന്ന് വരെ തള്ളിയിട്ട് കളഞ്ഞൊരു പഴയ പാമ്പെന്ന് വെളിപ്പാട് പുസ്തകം വരെ അവനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാ, കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രവാചകന്റെ യെശയ്യാവിന്റെ പ്രവചനം പോലെ മറിയയുടെ ഉദരത്തിൽ ആരുരുവായി? യേശു ഉരുവായി. നേരത്തെ സംഭവം നിൽക്കട്ടെ, ഇനി പുതിയ നിയമത്തിലേക്ക് ഞാൻ കയറുക. മറിയയുടെ ഉദരത്തിനകത്ത് ആരുരുവായി? യേശു ഉരുവായി. മറിയ യേശുവിന് ജന്മം നൽകി. യേശു വളർന്നോ 33.5 വയസ്സുവരെ ജീവിച്ചുള്ളൂ. 30 വയസ്സുവരെ തൻ്റെ ശുശ്രൂഷയൊന്നും പുറത്തില്ല. അത് ചിലപ്പോൾ അകത്തുണ്ടായിരുന്ന് കാണണം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കാണും. ശുശ്രൂഷ പുറത്തു വരുന്ന സമയം നമുക്കെല്ലാവർക്കും അറിയാം. കാനാവിലെ കല്യാണ വീട് മുതലാണ്. കല്യാണ വീട്ടിലെ ശുശ്രൂഷ വെളിപ്പെട്ട സമയം മുതൽ നാട്ടിൽ ആരൊക്കെയോ യേശുവിനെ പിൻപറ്റാൻ തുടങ്ങി. കൂടെ കൊണ്ടു നടക്കാൻ 12 ശിഷ്യന്മാരും പല കാര്യങ്ങൾ ചെയ്യാൻ വേറെ 70 പേരെയും ഇങ്ങനെ അപ്പോഴപ്പോഴായി കർത്താവ് തിരഞ്ഞെടുത്ത വിവരമൊക്കെ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിന് മനസ്സിലായി കരുത്തരാണ് മനുഷ്യൻ, മനുഷ്യന് ശക്തിയുണ്ട്, ആനയെ മെരുക്കുന്നുണ്ട്, അവൻ സിംഹത്തെ ജയിക്കുന്നുണ്ട്, അവൻ കരടിയെ ജയിക്കുന്നുണ്ട്, എല്ലാം ഓക്കെ. പക്ഷേ ഒരു പാമ്പിനെ മാത്രം മനുഷ്യൻ ജയിക്കാതെ പോവുകയാണ്. യേശു തൻ്റെ ശിഷ്യഗണങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുന്ന അധികാരമെന്ന് പറയുന്നത് സിംഹത്തെ ജയിക്കാനല്ല, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അധികാരം. യേശു ക്രിസ്തു എടുത്തു പറയുന്നുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും. എവിടെയാണോ ഇന്നലെ നീ തോറ്റുപോയത്, എവിടെയാണോ ഇന്നലെ നീ വീണുപോയത്, അടുത്ത ജനറേഷനിൽ യേശു വന്നേച്ചു പറയുന്നു, നീ തോറ്റതിനെ ജയിപ്പാൻ ഞാൻ നിനക്കൊരു അതോറിറ്റി
ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് രണ്ടാമത്തെ പാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ആദ്യം ഊതിയത് യഹോവയായ ദൈവം, പക്ഷേ ഒരു പാമ്പിന്റെ മുൻപിൽ മനുഷ്യൻ വീണുപോയി. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, അവൻ പലതിനും ജയിക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നും ജയിക്കാൻ പറ്റുന്നില്ല. ആമേൻ, ശരിയല്ലേ? യഥാർത്ഥത്തിൽ ജയിക്കാൻ പറ്റുന്നില്ല. പലതിനെയും മനുഷ്യൻ ജയിക്കുന്നുണ്ട്, പക്ഷെ പാമ്പിനെ ജയിക്കാൻ കഴിയുന്നില്ല. അവൻ പാമ്പിനെ കണ്ടാൽ അടിച്ചുകൊള്ളും. ഞാൻ അതല്ല ഉദ്ദേശിച്ച്, അവൻ്റെ തന്ത്രങ്ങൾക്കകത്ത് മനുഷ്യൻ വീണിട്ട് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് ജയിക്കാൻ പലപ്പോഴും മനുഷ്യന് കഴിയാതെ പോവുക. അങ്ങനെ ഇരുന്നപ്പോൾ യേശുക്രിസ്തു എന്താ ചെയ്തേ? അവൻ 33.5 വർഷം ശുശ്രൂഷിക്കുന്ന സമയത്ത് ബൈബിൾ പറയുന്നു, ജനത്തെ വിളിച്ചു പറയുക, മെയിനായിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് അറിയിപ്പാനുണ്ട്. എന്താണെന്നറിയാമോ? ഇന്നലകളിൽ നിങ്ങളുടെ അപ്പൂപ്പനെ തോൽപ്പിച്ച, നിങ്ങളുടെ ഗ്രാൻഡ് മദറിനെ തോൽപ്പിച്ച ഒരുവനെ തോൽപ്പിക്കാൻ ഒരു പ്രത്യേക അതോറിറ്റി ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ താല്പര്യപ്പെടുകയാണ്. ആരുടെ ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവ് നൽകുന്ന അതോറിറ്റി നിന്റെ മേലുണ്ടെങ്കിൽ നീ ചിലതിനെ വാഴാൻ പോവുകയാണ്. നിന്റെ ബലമല്ല വലുത്, നിന്റെ ശക്തിയല്ല വലുത്. ഒരു മനുഷ്യന്റെ ശ്വാസത്തിനൊന്നുമില്ല, മനുഷ്യന്റെ ശ്വാസത്തിൽ ഒന്നും പ്രാപിക്കാനും കഴിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ഇനി യേശു ജനിച്ചത് 100% മനുഷ്യനായിട്ടാണ്. ശ്രദ്ധിക്കണം, ക്രൂശിൽ മരിച്ചത് 100% മനുഷ്യനായി തന്നെയാണ്. യേശുവിൽ ജനിക്കുമ്പോൾ തന്നെ 100% ദൈവത്വമുണ്ട് എന്നതാണ് ആമേൻ ആർക്കും ആമേൻ തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ പലരും മനസ്സിലാക്കിയ ഒരു സത്യം കൂടെയാണ്. യേശു മരിക്കുമ്പോഴും യേശുവിൽ 100% ദൈവത്വം മറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ശ്രദ്ധിക്കണം. യേശു ജനിച്ചപ്പോഴും യേശു 100% മനുഷ്യനുമാണ്. അതോടൊപ്പം 100% യേശു ആരുമാണ്? ദൈവവുമാണ്. യേശു മരിക്കുമ്പോഴും യേശു 100% മനുഷ്യനുമാണ്. യേശു 100% ദൈവവുമാണ്. 100% മനുഷ്യനായതുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. 100% ദൈവമായതുകൊണ്ട് ക്രൂശിൽ മരിച്ചിട്ട് അവൻ ഇന്നും ജീവിക്കുന്നു. എത്ര പേർക്ക് അത് പിടികിട്ടി? ഇന്ന് പകൽ 100% മനുഷ്യനായതുകൊണ്ട് അവൻ മരിച്ചു, 100% ദൈവമായതുകൊണ്ട് അവൻ ഇന്നും ജീവിക്കുന്നു. യേശു 100% മനുഷ്യൻ, അതോടൊപ്പം യേശു 100% ദൈവമാണ്. 100% ദൈവമായതുകൊണ്ട് കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരട്ടെ. എന്നാൽ യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ചാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച പച്ചവെള്ളത്തെ യേശു തൊട്ടുപോലും ചെയ്യാതെ, തൊടുക പോലും ചെയ്യാതെ യേശു എന്ത് ചെയ്തു? അതിനെ വീഞ്ഞാക്കി ദേശത്തെ മുഴുവൻ ചലിപ്പിച്ചു. ഹല്ലേലൂയ. 5 അപ്പോൾ 2 മീന് യേശു കരങ്ങളിലെടുത്ത് വാഴ്ത്തി പൊടിച്ചു കൊടുത്തു. അത് 12 കുട്ടയിൽ മിച്ചം പിടിച്ചു. 20,000 പേർ ഭക്ഷിച്ചിട്ട് അത്ഭുതങ്ങൾ പലതും ചെയ്തു. അവൻ കണ്ണുപൊട്ടൻ്റെ കണ്ണെ കൈവച്ചു പറഞ്ഞു, നീ കാഴ്ച പ്രാപിക്കുക. അവൻ അന്നേരം കാഴ്ച പ്രാപിച്ചു. വലത് കൈ വരണ്ടുപോയവനെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിച്ചു പറഞ്ഞു, നീട്ടാൻ താല്പര്യമുണ്ടോ? അവൻ നീട്ടിയപ്പോൾ കൈ നിവർന്നു വന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാ, അസാധാരണ അത്ഭുതങ്ങൾ യേശു ചെയ്തു. അസാധാരണ മിറക്കിൾ യേശു ചെയ്തു. ക്രൂശിൽ കയറുന്നതിന് മുൻപ് ആമേൻ, ഞാൻ ചോദിക്കട്ടെ, യേശു 12 ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും അവരുടെ മേൽ ഊതിയിട്ടില്ല. ഹല്ലേലൂയ. ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. 33 തിരുവയസ്സു വരെ കർത്താവ് ഭൂമിയിൽ ജീവിച്ചു. ഒട്ടേറെ അത്ഭുതങ്ങൾ ചെയ്തു. യോഹന്നാൻ പറയുന്നു, ചെയ്ത അത്ഭുതങ്ങൾ വിവരിച്ചാൽ ലോകത്തിലെ പുസ്തകങ്ങളിൽ എഴുതിയ കൊള്ളത്തില്ല. അത്രയും അത്ഭുതങ്ങൾ യേശു ചെയ്തു. പക്ഷെ എല്ലാം ബൈബിളെ വച്ചിട്ടുമില്ല. ശ്രദ്ധിക്കണം. ഇതിനിടയിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് ഞാൻ നേരത്തെ വായിപ്പിച്ചത്. ആ യോഹന്നാൻ സുവിശേഷത്തിനകത്ത് പറയുമ്പോൾ ഈ യേശു കാൽവരി ക്രൂശിൽ കയറുന്നതിന് മുൻപ് ആരുടെ മേലും യേശു ഊതിയില്ല. ഹല്ലേലൂയ. ഞാൻ അതേക്കുറിച്ചൊന്ന് പഠിച്ചു. എപ്പോഴാണ് യേശു ഊതിയെ? ഞാൻ അതേക്കുറിച്ചൊന്ന് ചിന്തിച്ചു. എപ്പോഴാണ് യേശു ഊതിയെ? ഒരു സത്യം ഒന്ന് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുക. 5 മിനിറ്റ് കൂടെ. ആമേൻ. എപ്പോഴാണ് യേശു ഊതിയെ?
കേൾക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, യേശു ഈ അത്ഭുതം നടക്കുന്ന സമയത്ത് ആരുടെ മേലും ഊതിയില്ല. ഈ കണ്ണുകുരുടനെ സൗഖ്യമാക്കുമ്പോഴും യേശു ആരുടെ മേലും ഊതിയില്ല. പിന്നെ മരിക്കാൻ സമയമായി യേശു മുന്നമേ അറിഞ്ഞതാ, അന്നും യേശു ഊതിയില്ല. മരിച്ചു കഴിഞ്ഞു. കാൽവരി ക്രൂശിൽ യേശു മരിച്ചു. ബൈബിൾ പറയുന്നു, ആമേൻ, അടക്കപ്പെട്ടു. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൊക്കെ താരുപോയി യേശുവിനെ അടക്കം ചെയ്തു. അതുവരെയും യേശു ആരെയും ഊതിയില്ല. എനിക്ക് മനസ്സിലായ ഒരു സത്യം, ആ ഊത്തിന് വലിയ പ്രാധാന്യമില്ല. ഒരു മനുഷ്യന്റെ ശ്വാസത്തിന് ഒന്നും ഇല്ല. മനസ്സിലാക്കി കരം ഉയർത്തി ഹല്ലേലൂയ പറ. ഒരു മനുഷ്യന്റെ ശ്വാസത്തിന് ഒന്നും ഇല്ല. ഇനി യേശു മരിച്ചു, അടക്കപ്പെട്ടോ, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റത് ആരാന്നറിയാമോ? മനുഷ്യനല്ല, ഉയർത്തെഴുന്നേറ്റത് ദൈവമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് റെവലേഷൻ അകത്ത് തരുവാണെങ്കിൽ നിങ്ങളത് പിടിച്ചെടുത്തോണം കേട്ടോ. മനുഷ്യന്റെ ശ്വാസം ഒന്നുമില്ല. 33.5 വർഷം കാൽവരി തൂങ്ങുന്നവര് തമ്പുരാന് ശ്വാസമുണ്ട്, പക്ഷെ ഊതിയിട്ടില്ല. എന്നാൽ എപ്പോഴാ ഊതിയെന്നറിയാമോ? കാൽവരി ക്രൂശിൽ നിന്ന് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കകത്ത് പോയിട്ട് അവൻ പുനരുത്ഥാനം ചെയ്ത് പുറത്തു വന്നതിന് ശേഷമാണ് ബൈബിൾ പറയുന്നു യേശു അവരുടെ മേൽ ഊതിയത്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ നേരത്തെ ഊതാത്തെ? ചോദ്യം പ്രസക്തമാണ്. നേരത്തെ എന്തുകൊണ്ട് ഊതിയില്ല? കർത്താവിന് പറയണൊന്നുണ്ട്, ഇത് നേരത്തെ ഊതിയിട്ട് കാര്യമില്ല. കാരണം മനുഷ്യന്റെ ശ്വാസത്തിന് അർത്ഥമില്ല. മനുഷ്യന്റെ ശ്വാസത്തിന് ഇത് ജീവിപ്പിക്കാൻ കഴിയത്തില്ല. കർത്താവ് പറയും, ഇപ്പോഴല്ല എനിക്കതിൻ്റെ സമയം. എൻ്റെ പിതാവ് ഊതിയത് ആത്മാവാകുന്ന ദൈവത്തിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ യേശു ക്രിസ്തു പറയും, പുനരുത്ഥാനം ചെയ്ത ഞാൻ ഇന്ന് ജഡമനുഷ്യനല്ല, ഞാൻ ആത്മാവാണ്. കർത്താവ് പറയുക, ഞാൻ ദൈവത്തിലേക്ക് വന്നിട്ട് ഒരു ശ്വാസം കൂടെ ഈ തലമുറയ്ക്ക് കൈമാറിയാൽ നഷ്ടപ്പെട്ട ചില പ്രതാപം തലമുറകൾ തിരിച്ചെടുക്കാൻ പോവുക. ഇന്നാത്മാവരുടെയൊക്കെ പറയുന്നു, നഷ്ടപ്പെട്ട ചില പ്രതാപങ്ങൾ തിരിച്ചെടുക്കാൻ ഇന്ന് പകൽ ദൈവം ചിലതിൻ്റെ മേൽ ആ ജീവശ്വാസത്തെ അവൻ കൈമാറട്ടെ. യേശുവിന്റെ നാമത്താൽ ജയ. ആമേൻ. യേശു 33.5 വയസ്സ് വരെ ജീവിച്ചിരുന്നപ്പോൾ ആരുടെ മേലും ജീവശ്വാസം ഊതിയില്ല, അല്ലെങ്കിൽ ആരുടെ മേലും ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ പറഞ്ഞില്ല. പിന്നെയോ അവൻ താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം അതിൻ്റെ അർത്ഥം അന്ന് താൻ മനുഷ്യനല്ല, കേവലം ഒരു മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റിരുന്നുവെങ്കിൽ ശിഷ്യന്മാർ ഇരിക്കുന്നിടത്ത് വരണമെങ്കിൽ അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുമായിരുന്നു. പക്ഷേ ആത്മാവാകുന്ന ദൈവം ആത്മാവായി എഴുന്നേറ്റത് കൊണ്ട് ബൈബിൾ പറയുന്നു, വാതിലും ജന്നലും അടച്ചിരിക്കെ ശിഷ്യന്മാരുടെ നടുവിൽ യേശു വന്നു നിൽക്കുകയാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ പറയുന്നു, യേശുവിന്റെ ദൈവത്വം എപ്പോഴാണോ യേശുവിൽ പ്രത്യക്ഷമായി വെളിപ്പെട്ടു തുടങ്ങിയത് അന്ന് പറയുന്നു, വീണുപോയതിന് എഴുന്നേൽപ്പിക്കാൻ ആ ശ്വാസത്തെ ഒന്നുകൂടെ യേശു അവരുടെ മേൽ കൈമാറുകയാ. ഇന്ന് പകലരുടെ ശക്തമായി പറയുന്നു, ആമേൻ. നീ വീണ് കിടക്കുന്ന ദൈവത്തിനറിയാം, ആരുടെ മുമ്പേ തോറ്റെന്ന് ദൈവത്തിനറിയാം. എന്നാ തോറ്റുപോയ നിന്നോട് കർത്താവ് പറയുക, ആമേൻ. അന്ന് യഹോവയായ ദൈവം മനുഷ്യന്റെ മേൽ ഊതി അവൻ ജീവനായി മാറിയതുപോലെ അവന്റെ അകത്തൊരാത്മാവ് വന്നു. പക്ഷെ അധിക നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു പാമ്പിന്റെ മുൻപിൽ അവൻ വീണുപോയി. എന്നാൽ രണ്ടാമത് ക്രിസ്തു എഴുന്നേറ്റ് വന്ന പുനരുത്ഥാനം ചെയ്ത ശരീരത്തിൽ നിന്നുകൊണ്ട് ദൈവത്വത്തിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, അവൻ ഊതി. അടുത്ത് പറഞ്ഞ വാക്ക് എന്തെങ്കിലും കിട്ടിക്കോന്നല്ല, ആത്മാവിനെ പ്രാപിച്ചു കൊള്ളുക. ഇന്ന് പകൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ നിനക്ക് അതോറിറ്റി തരുന്നതുമായ ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ പകലിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരുടെ മേൽ ഊതിയെങ്കിൽ എന്തിനാണെന്നറിയാമോ? ഈ കൊടുത്ത ആത്മാവിന്റെ പ്രത്യേകത, യേശു ജഡത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പാമ്പുകളെയോ തേളുകളെയോ ശത്രുവിൻ സകല ബലത്തെയോ ചവിട്ടി മതിപ്പാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്തോ ദൈവാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് കൈമാറുക. ആമേൻ. ഒരിക്കൽ ഊതി കത്തിച്ചത്
അണഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണം, ആ അടുപ്പിനകത്തോ അല്ലെങ്കിൽ അങ്ങനെ തീ കത്തിച്ച സ്ഥലത്ത് തീ കെട്ടുപോയാൽ ഇനിയും കത്തിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അത് കത്തി അണഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പുറമേ ഒന്നും കാണാനില്ല, നമുക്കറിയാം അടുത്തേക്ക് പോകുമ്പോൾ ഒരു ചൂട് തട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്താൽ അടുത്ത് നിങ്ങൾ എന്നാ ചെയ്യുന്നതെന്നറിയാവോ? തീപ്പെട്ടി വേണ്ട. ആമേൻ. അടുത്ത് നിങ്ങൾക്ക് പേപ്പർ വയ്ക്കണമെന്നില്ല, അടുത്ത് നിങ്ങൾക്ക് മണ്ണെണ്ണ വീത്തണമെന്നില്ല. നിങ്ങൾക്കറിയാം അതിനകത്ത് കനലുണ്ട്, പുറത്ത് ചാരം മൂടിയിരിക്കുക. പഴയ അമ്മമാർ, അടുപ്പ് കത്തിക്കുന്ന അമ്മമാർ എന്നാ ചെയ്യും? തീപ്പെട്ടി കൊണ്ടുവരാൻ ആരും പറയത്തില്ല. പിന്നെയോ ഒരു കുഴലെടുത്തിട്ട് കനലുണ്ടെന്ന് തോന്നിയാൽ ഒന്നുകൂടെ ഊതിയാൽ അത് പഴയ പ്രതാപത്തിലേക്ക് വരാൻ പോവുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ ദൂത് വിളിച്ചു പറയുക, എവിടെയോ വീണുപോയ നിന്റെ മേൽ ആത്മാവിനെ ഊതുവാൻ ആത്മസാന്നിധ്യം ഇന്ന് പകൽ നിന്നെ പുറത്തെടുക്കാൻ, നിന്നിൽ മറഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ അഗ്നിയെ ഒന്ന് പുറത്തെടുക്കാൻ ഇന്ന് പകൽ നസ്രായനായ യേശു ക്രിസ്തു പറഞ്ഞു, പ്രാപിക്കുക. ഉണ്ടോ ഇന്ന് പകൽക്കാലം നിനക്ക് കൈമാറിയത്? ഇനി തോൽക്കാതിരിക്കാൻ എവിടെ തോറ്റോ ആ വാക്ക് പറഞ്ഞേച്ച യേശു ഊതിയത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടി മതിക്കാനുള്ള ഒരു അതോറിറ്റി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ആദ്യ കാലത്ത് എവിടെയോ തോറ്റുപോയ നിന്നി ഇനി തോൽക്കരുതെന്ന്, ഇനി തോൽക്കരുതെന്ന് നിന്നെ കുറിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ട് സ്വർഗ്ഗപരിധി ഒന്നുകൂടെ ഒന്നുകൂടെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഒന്നുകൂടെ ദൈവം നിന്റെ മേലൊന്ന് ആശ്വാസത്തെ വിട്ടാൽ നീ പഴയ ആളല്ല, നീ പഴയ വ്യക്തിയല്ല. പലപ്പോഴും നിന്നെ തോൽപ്പിച്ചവന് നീ തിരിച്ചു തോൽപ്പിക്കാൻ തക്കവണ്ണം, നിന്റെ പിതാക്കന്മാരെ തോൽപ്പിച്ചവന് തിരിച്ച് തോൽപ്പിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരുത്ത് ആശ്വാസത്തിൽ നിന്ന് നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാ. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകല മഹത്വം ഇറങ്ങുന്നു. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകല മഹത്വം ഇറങ്ങുന്നു. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകല ശക്തി വെളിപ്പെടുകയാ. വിശ്വസിക്കുന്നവന്റെ മേൽ come on now receive the holy power, receive the holy anointing, receive the holy presence. ഇന്ന് പകലിൽ യേശു പുതിയ നിയമ തലമുറയുടെ മേൽ ആമേൻ ആശ്വാസത്തെ ഊതിയതുപോലെ നിന്നെ തോൽപ്പിച്ചവനെ തോൽപ്പിക്കാൻ കരുത്തുറ്റ ദൈവശക്തിയെ സ്വർഗം ഇന്ന് പകൽ നിന്റെ മേൽ കൈമാറുകയാ. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ സ്വർഗം അത് ഇട്ടുതരിക. Now receive the power, now receive the power, now receive the power, now receive the power, now receive the power. നീ എവിടെ തോറ്റോ നിന്നെ കൊണ്ട് തന്നെ ജയിപ്പിക്കാൻ, നീ എവിടെ തോറ്റോ നിന്നെ കൊണ്ട് തന്നെ ജയിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീയാണ് തോറ്റതെങ്കിൽ നിന്നെ കൊണ്ട് തന്നെ ചിലത് തിരിച്ചു പിടിക്കാൻ. നീയാണ് തോറ്റതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ കൊണ്ട് തന്നെ ആത്മസാന്നിധ്യം ഇന്ന് പകൽ നിന്നെ തൊടുകയാ. വലിയ ദൈവശക്തി വെളിപ്പെടുക. ആരുടെക്ക് മേലെ മഹത്വം ചലിക്കുന്നുണ്ട്. Come on, receive the power. ഒരിക്കൽ വീണുപോയ നിന്നെ ഇനി വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാല കാറ്റ്, ജീവശ്വാസ നിന്റെ മേൽ ഊതുകയാ. Holy Spirit, now receive. Shaba baba baba rakabase riba lakabase alkabashekenia regal kamanagadagase andal kamanagadaga shaidi proudi vinegadagase atina rakshas kamanagadagase നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്നലകളിൽ പിതാക്കന്മാരെ തോൽപ്പിച്ചവനെ തോൽപ്പിക്കാൻ ദൈവം തന്നിരിക്കുന്ന ശക്തിയാ. ഇന്നലകളിൽ കുടുംബങ്ങളെ തോൽപ്പിച്ചവനെ തോൽപ്പിക്കാൻ ദൈവം തന്നിരിക്കുന്ന ബലമാ. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകൽക്കാലം സ്വർഗമത് കൈമാറുന്ന പകൽ. Now you receive the power.
നിന്റെ മേലത് പകരുന്ന പകലായി മാറാൻ പോകുക. ഒരിക്കൽ പകർന്നത് പാമ്പിൻ്റെ മുമ്പിൽ തോറ്റെങ്കിൽ രണ്ടാമത് ഊതുന്നതിന് മുൻപ് എൻ്റെ കർത്താവ് പറഞ്ഞു, ആ തോൽപ്പിച്ച പാമ്പിനെയും അതിൻ്റെ അധികാരികളെയും തോൽപ്പിക്കാനുള്ളത് ഒരിക്കൽ കൊണ്ട് നിന്റെ മേൽ കൈമാറാൻ പോവുകയാ. ഇന്ന് പകലത് വിശ്വസിക്കുന്നവൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഇനി തോൽക്കാതിരിക്കാനുള്ളൊരു ദൈവശക്തിയാ, തോൽക്കാതിരിക്കാനുള്ളൊരു മഹത്വമാ, തോൽക്കാതിരിക്കാനുള്ളൊരു കൃപയാ, 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 കൃപയാ. യേശു ക്രിസ്തു ഊതിയച്ചു പറഞ്ഞ വാക്ക്, ആരുടെ പാപങ്ങൾ നീ നിർത്തുന്നുവോ അത് നിർത്തപ്പെടുന്നു. അതിൻ്റെ അർത്ഥം പാപം പാമ്പിൻ്റെ വകയാ, പാപം പിശാചിൻ്റെ വകയാ. ഇന്നലെ അപ്പുപ്പനെ എവിടെയോ നിർത്തിയവന് നിന്റെ ഒറ്റ വാക്കുകൊണ്ട് നീ നിർത്താൻ പോവുകയാ. Glory to Jesus. Hallelujah. കഴിഞ്ഞ ആഴ്ചയിൽ US-ൽ നിന്ന് ഒരു ബ്രദർ എന്നെ കോണ്ടാക്ട് ചെയ്യാനിടയെത്തിയിരുന്നു. അമേരിക്കയിൽ നിന്നൊരു ബ്രദർ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കാരണം മദ്യപാനം, ഭയങ്കര മദ്യപാനം. തൻ്റെ ജോലി പോലും നേരെ ചൊവ്വേ ചെയ്യാൻ കഴിയാതെ മദ്യപാനം, മദ്യപാനം, മദ്യപാനം. പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് വരാനും നിവൃത്തിയില്ല, എനിക്ക് അങ്ങോട്ട് പോകാനും നിവൃത്തിയില്ല. കാരണം ഭയങ്കര ചാർജാ ടിക്കറ്റ്. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ വീഡിയോയിൽ വിളിച്ചു. വീഡിയോ കോളിലൂടെ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അനുഭവം, ഒരു നേരത്തെ വെള്ളം കുടിച്ചില്ലെങ്കിൽ കൈയും കാലും ഒക്കെ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും, വൈബ്രേഷൻ ഉണ്ടാകും. കുടിച്ചുകൊണ്ടിരുന്നവർക്കറിയാം, ഇനി ആരും ടെസ്റ്റ് ചെയ്യാനൊന്നും പോണ്ട. കുടിച്ചില്ലെങ്കിൽ എന്തുണ്ടാകും? വൈബ്രേഷൻ ഉണ്ടാകും. സ്ഥിരം കുടിക്കുമ്പോൾ അങ്ങനെ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് അതുകൊണ്ട് എന്നോട് ചോദിക്കരുത്, പറഞ്ഞ ആൾക്കാരുടെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. വൈബ്രേഷൻ ഉണ്ടാകും. ഈ വൈബ്രേഷൻ കാരണം ഇദ്ദേഹത്തിന് ജോലി ചെയ്യാൻ വയ്യ. ഇദ്ദേഹം ഭക്ഷണം കഴിക്കത്തില്ല. ഭക്ഷണം വളരെ കുറവും വെള്ളം മാത്രം കൂടുതലും. നമ്മളൊക്കെ നേരെ തിരിച്ചല്ലേ, ഭക്ഷണം കൂടുതലും കഴിക്കും, വെള്ളം കുറച്ചും കുടിക്കും. അപ്പോൾ ഈ മനുഷ്യൻ നേരെ തിരിച്ചാണ്, വെള്ളം കൂടുതൽ കുടിക്കും, ഭക്ഷണം കുറച്ച് കഴിക്കും. അങ്ങനെ എന്തൊക്കെയോ അസ്വസ്ഥതയായി, ശരീരമൊക്കെ വാടിത്തളർന്ന പോലായി, ബലം ക്ഷയിച്ചു, അനാവശ്യം ഭയം കയറി, എന്തോ മാരക വ്യാധി തൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു തോന്നൽ വന്നു. പിശാച് കൊണ്ടിട്ടേക്കോ, കൊല്ലാൻ കൊണ്ടിട്ടേക്കുവാ. ഇംഗ്ലീഷുകാരനല്ല, മലയാളിയാണ്, കോഴിക്കോടുകാരനാണ്. അവിടെ പോയി ഈ ചെന്ന് മദ്യപിച്ചുള്ള കാശ് മുഴുവനും കളയുക പുള്ളി. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഇദ്ദേഹത്തെ വിളിപ്പിച്ചത് നമ്മുടെ റിജിൽ ബ്രദറാണ്. അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ പ്രാർത്ഥിച്ച അമേരിക്കയ്ക്ക് വിട്ട ഒരു ബ്രദറുണ്ട്. ഹല്ലേലൂയ. ഈ പുള്ളിയുടെ അടുത്ത് ഇദ്ദേഹത്തെ സുഹൃത്തായി കിട്ടി. ഇദ്ദേഹം പറഞ്ഞു, കുടിയൊക്കെ നിർത്തണം, ഒരു പാസ്റ്ററുണ്ട്, ഞാൻ വിളിക്കാം, പുള്ളിക്കാരൻ പ്രാർത്ഥിക്കും, കുറേ മദ്യപാനികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീ രക്ഷപ്പെടും. വിളിച്ചു, വീഡിയോ കോളിൽ വിളിച്ചു. ഞാൻ ചോദിച്ചു, രക്ഷപ്പെടാൻ താല്പര്യമുണ്ടോ? ഉണ്ട് പാസ്റ്ററെ, എനിക്ക് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങൾ ഇനി കുടിക്കരുത്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭയങ്കര വിറയലാണ് കൈ. ഒരു സമയം കഴിഞ്ഞാൽ ഇന്നും വിറയലാണ്. ഈ വിറയിൽ മാറാൻ വേണ്ടി കുടിക്കും, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിറയ്ക്കും, വിറയിൽ മാറാൻ വേണ്ടി കുടിക്കും. ഇങ്ങനെ കുടിച്ച് എങ്ങനെ പോവുക. ഏതായാലും ഞാൻ അന്ന് ഇച്ചിരി സമയം, പള്ളിയിലൊന്നും പോകുന്ന മനുഷ്യനൊന്നും അല്ല കേട്ടോ, ആമേൻ, അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. അങ്ങനെ ജോലി ചെയ്യുക, കള്ളു കുടിക്കുക, അങ്ങനെ നടക്കുക. ഞാൻ ആ മനുഷ്യന് വേണ്ടി ആ ഫോണിലൂടെ തന്നെ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഇനി നീ കുടിക്കരുത്. ഇതോടെ മദ്യ ആസക്തി ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ. ആ മനുഷ്യൻ ആ പ്രാർത്ഥന കേട്ടിട്ട് ഒത്തിരി കരഞ്ഞു. എനിക്ക് മനസ്സിലായി, തൊട്ടിരിക്കുന്നു. കണ്ണുനീര് വന്നു, ഒത്തിരി കരഞ്ഞു ആ മനുഷ്യൻ. കണ്ണുനീരൊക്കെ തുടച്ചു. ആമേൻ. ചില മദ്യപിക്കുന്ന ആൾക്കാർക്ക് കള്ളക്കണ്ണീര് വരും. പാസ്റ്ററെ കാണുമ്പോഴേ കരയും.
ഹല്ലേലൂയ. പക്ഷെ അതല്ലായിരുന്നു ഇത് കേട്ടോ, ഇത് റിയലായിരുന്നു. പുള്ളിയോട് കരഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി കുടിക്കരുത്. അദ്ദേഹത്തിന് വയ്യ, ഷിവറിങ്ങാണ്. ഞാൻ പറഞ്ഞു എന്ത് വന്നാലും കുടിക്കരുത്, നിങ്ങളുടെ ചത്തൊന്നും പോകത്തില്ല. കുടിച്ചില്ല. പക്ഷെ പിറ്റേന്ന് വയ്യാന്ന് പറഞ്ഞു. കിടുകിടുപ്പ്, ശരീരത്തിനകത്ത് എന്തൊക്കെയോ അസ്വസ്ഥത, നെഞ്ചിനകത്ത് എന്തോ പ്രശ്നം, വയറിനകത്ത് എന്തൊക്കെയോ ഉരുണ്ടിരിക്കുന്നു, ഭക്ഷണം കഴിപ്പില്ലല്ലോ. ആമേൻ. അദ്ദേഹം ക്ഷീണിതനായി വീണപ്പോൾ അദ്ദേഹം പറഞ്ഞു ആശുപത്രി പോകണം. അങ്ങനെ ആശുപത്രി പോയി. തല മുതൽ കാല് വരെ ഉള്ള ചെക്കപ്പെല്ലാം ചെയ്ത് കുറേ പൈസ കളഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു അസുഖവും ഇല്ല. ചിലർക്ക് അങ്ങനെയാണ്. ഹല്ലേലൂയ. ഇതവിടെ പോയാലേ അസുഖമില്ലെന്ന് പിടി കിട്ടത്തുള്ളൂ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ ചെന്നോ, അസുഖമൊന്നുമില്ല. പിറ്റേന്ന് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇന്നലെ എന്നെ വിളിച്ചു. ഞാൻ രാത്രിയും കണ്ട് വന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ വീട്ടിൽ വന്നേച്ച് ബ്രദറ് എന്നെ ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒത്തിരി താങ്ക്സ് ഉണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ചോദിച്ചു എന്നാ? ഇപ്പം ഞാൻ സുഖമായി. ഇത്രയും പറഞ്ഞറിയാവൂ. ഞാൻ ചോദിച്ചു ഇന്നലെ കുടിച്ചോ? അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല. അവൻ ഞാൻ ചോദിച്ചു എന്ത് തോന്നുന്നു? ഈ മദ്യപിക്കണമെന്നൊരു തോന്നൽ പോലും എൻ്റെ മനസ്സിലില്ലല്ലോ പാസ്റ്ററെ. ഒരു മനുഷ്യനെ ദൈവം തൊട്ടാൽ അങ്ങനെ. ഹല്ലേലൂയ. ഞാനിതിവിടെ പറയാനുള്ള കാര്യം, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നോ അത് നിർത്തപ്പെടുന്നു. പാമ്പിനെ മാത്രം ചവിട്ടുകയല്ല, അവൻ്റെ ഇടപാട് വരെ നിർത്താനാ യേശുക്രിസ്തു രണ്ടാമത് നിന്റെ മേൽ ഊതിയെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹേയ്, ഇന്ന് പകലിൽ ആ ദൈവശക്തിയുടെ വലിപ്പം നീ തിരിച്ചറിഞ്ഞോ? നീ പറഞ്ഞാൽ ചില നമ്മുടെ സ്റ്റോപ്പ് ആകും. നീ പറഞ്ഞാൽ ചിലത് സ്റ്റോപ്പാകും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇദ്ദേഹത്തിന്റെ പാപം കൊണ്ടിട്ടതാരാ? പാപം ആരുടെ വകയാ? ഈ പാമ്പിന്റെ വകയാ. പാമ്പ് വന്നിട്ടല്ലേ ആദാം വെളിയിലായത്? പാമ്പ് വന്നിട്ടല്ലേ അവ്വ വെളിയിൽ പോയത്? അവൻ പാപം ചെയ്തിട്ടല്ലേ അവർ ചെയ്തത്? ഈ മനുഷ്യന്റെ ജീവിതത്തിലും പാപം കിടക്കുന്നുണ്ട്, പാമ്പിനെ കാണാനില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു ഇതങ്ങോട്ട് പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ പാമ്പ് കൊണ്ടിട്ടേക്കുന്ന എഫക്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ വാക്കുകൊണ്ട് കൽപ്പിച്ചാൽ മതി, അവൻ്റെ എഫക്റ്റുകൾ അവിടെ ബ്രേക്കാകാൻ പോവുക. അവൻ്റെ മദ്യാസക്തികൾ, പുകവലിയുടെ ആസക്തികൾ, ഇതുപോലുള്ള പാപ സംബന്ധമായത് ആമേൻ നിങ്ങൾക്ക് തിരിച്ചു പൊട്ടിക്കാൻ വൈശസ് പ്രൗഢിമിനി ഘടക രക്ഷസ് കമന ഘടക ശന്തരാധിയാന വൈഡൽ കമന ഘടക ശന്തൽ കമന ഘടകസേ യേശുവിൻ്റെ നാമത്താൽ ജയം. ആമേൻ. ഹല്ലേലൂയ. അല്ലേ? അവൻ അപ്പൂപ്പനൊക്കെ അന്ന് തകർത്തെങ്കിൽ ഇന്ന് വാക്കുകൊണ്ട് നമ്മൾ അവനെ ബ്രേക്ക് ചെയ്യുക. ഇത് വിശ്വസിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയാ യേശു രണ്ടാമതൊന്ന് ഊതിച്ചു പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഈ പ്രാപിക്കുന്നത് ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ആത്മാവിനെയല്ല, ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ആത്മാവാ. ഇത് നിന്റെ അകത്തുണ്ടെങ്കിൽ വാഴാനുള്ളവൻ വാഴോ. പേടിയുടെ ആത്മാവല്ല, ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരനെ പ്രാർത്ഥിച്ചയച്ചത് ഞങ്ങളാണ്. ഞാൻ മാത്രമൊന്നും പറയുന്നില്ല, നമ്മളാണ്. ഇല്ലേ? ഉണ്ടായിരുന്നല്ലോ അമേരിക്കയ്ക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ വ്യാപരിക്കുന്നൊരു അഭിഷേകമുണ്ട്, അതൊന്ന് കൈമാറി വെച്ചാൽ പോയത്. ഞാൻ ഇവിടെ നിന്ന് വിടുമ്പോൾ അങ്ങനെ വിടുന്നേ, വല്ല ഗുണം ഉണ്ടാവുന്നല്ലോ. ഹല്ലേലൂയ. ഇവിടെ വ്യാപരിക്കുന്നൊരു അഭിഷേകത്തിൻ്റെ പകർച്ചയും കൊടുത്താൽ വിട്ടേ. ഈ പുള്ളിക്കാരൻ അമേരിക്കയിൽ പോയി. ഇവിടെ മദ്യപാനി മാനസാന്തരപ്പെടുന്ന പോലെ പുള്ളി എന്ന റൂമിനകത്ത് കിടന്ന പുള്ളിക്കാരൻ മാനസാന്തരപ്പെട്ടു. അതിൻ്റെ അർത്ഥം നിങ്ങൾ സാധാരണക്കാരല്ല. ഇവിടുത്തെ അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങളെ പ്രസംഗിച്ചില്ലേലും നിങ്ങൾ ഉപദേശിച്ചില്ലേലും ചില മിറക്കിളുകൾ നിങ്ങൾ ചെല്ലുന്ന ഇടത്ത് സംഭവിക്കും. യേശുവിന്റെ നാമത്താൽ ജയ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാ, നിങ്ങളുടെ മേൽ പകരുന്നത് പാമ്പിനെ ജയിക്കാൻ തക്കവണ്ണം ഒരു ദൈവത്തിന്റെ ശക്തി. ആമേൻ.
അല്ലേ? എനിക്കറിയാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് കിട്ടിയതും കൊണ്ട് പുള്ളി പോയി അവിടെ ചെന്നപ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് വർഷങ്ങളെ കള്ളു കുടിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ പുള്ളിയുടെ കൂടെ ചേർന്നു. ഇത് അഭിഷേകത്തിൻ്റെ പ്രത്യേകത. രക്തസ്രാവക്കാരി തൊട്ട യേശു അശുദ്ധനാകത്തില്ല. യേശുവിനെ തൊടുവാണെങ്കിൽ വിവരം അറിയും രക്തസ്രാവക്കാരി. നീ ഇനി അശുദ്ധയല്ല, അശുദ്ധി നിന്നെ വിട്ട് മാറുന്ന ദൈവശക്തിയാ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഇന്നോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, ആ ദൈവശക്തിയുടെ വലിപ്പത്തെ നീ തിരിച്ചറിയട്ടെ. മറ്റേ ഒരു രാജീവ് ബ്രദർ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വീടൊക്കെ വെച്ചു. സുഖമാണോ ബ്രദറെ? ഒന്നെങ്കിൽ വാ, ഇങ്ങോട്ട് വന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വീടൊക്കെ വെച്ചു. കൃപയാൽ അതിനെ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കാൻ ദൈവം സഹായിച്ചു. വർഷങ്ങളായി ഒരു വീടിന് വേണ്ടി വാ, നിങ്ങളിനി എൻ്റെ കൂടെ നിൽക്കണേ, ഇവിടെ ഓടുന്നത്. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് 5 വർഷം മുമ്പേ തുടങ്ങിയതല്ലേ വീടിൻ്റെ പരിപാടിയൊക്കെ? എത്ര? 4 വർഷമായി വീടിൻ്റെ പരിപാടിയൊക്കെ സമയത്ത് പക്ഷേ ഒന്നും പൂർത്തിയാകാതെ അങ്ങനെ തന്നെ കുറച്ചതിനകത്ത് കിടക്കുക. അന്നും കണ്ടോ ഞാൻ അവിടെ 1-2 തവണ പോയിട്ടുണ്ട് ആദ്യ സമയത്ത്. പിന്നെ പുള്ളി ഇങ്ങോട്ടും വരാറില്ല, ഞാൻ അങ്ങോട്ടും പോകാറില്ല. അമ്മേ അങ്ങനെ സംഗതി എല്ലാം കഴിഞ്ഞു. ഈ 21 days ഫാസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഫോണെ ഉള്ള കാര്യം പറയാമല്ലോ, എന്നെ ഫോണെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ വീട് വെച്ചിട്ടുണ്ട്, വന്നൊന്ന് പാല് കാച്ചി തരണം, അല്ലെങ്കിൽ അകത്ത് കയറണം, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഈ 21 days നടക്കുവാണ്, ഇങ്ങോട്ട് വന്നാൽ ഞാനൊരു ഡേറ്റ് തരാം. ഹല്ലേലൂയ. വിഷമമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വന്നാൽ ഞാനൊരു ഡേറ്റ് തരാം. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ചോദിച്ചു നോക്കിയാൽ മതി. അമ്മേ ഇന്ന് വൈകുന്നേരം വരുവാണെങ്കിൽ ഞാൻ നോക്കി വെച്ചേക്കാം, നിങ്ങൾ ഡേറ്റും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഏതായാലും പുള്ളി വന്നത് ഡേറ്റിനാണ്. പക്ഷെ കർത്താവിനെ തൊട്ടു. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നെഞ്ചിന് ഭയങ്കര ഇടിയിടിപ്പാണ്. അമർത്തുക. ആരാ? കറുത്ത രൂപങ്ങൾ. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലാൻ ശ്രമിക്കുക. ഞെട്ടി എഴുതിയിട്ടുണ്ടല്ലേ, നിലവിളിയോടെ എഴുന്നേറ്റുണ്ട്. ഇത് ഒന്നല്ല, ഒരുപാട് ദിവസങ്ങൾ. പക്ഷെ ഇവിടെ വന്ന് ഞാൻ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പൊട്ടേണ്ടതിൻ്റെ ശരീരത്തിൽ നിന്ന് പൊട്ടി. ഞാൻ അവൻ്റെ അകത്ത് കിടന്ന ശക്തിയോട് പറഞ്ഞു, ഇനി മേലാൽ അവനെ അവൻ്റെ വീട്ടിനകത്തൊന്ന് കയറിപ്പോവല്ലോ. ഇപ്പം എന്ന് പിന്നീട് ഞെക്കിയോ? ഉറപ്പ്. ഏകദേശം ഒരു മാസം ആയില്ലല്ലേ? 10-20 ദിവസം കഴിഞ്ഞു. ഇന്നു വരെ ആ കറുത്ത സാധനം അവനെ ഞെക്കാൻ വന്നിട്ടില്ല. ആഹാ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുക, നമ്മുടെ മേൽ പകർന്നിരിക്കുന്നൊരു ശക്തിയുണ്ട്. ഇനി പാമ്പ് നിന്നെ ജയിക്കത്തില്ല, ഇനി നീ പാമ്പിനെ ജയിക്കും. വിശ്വസിക്കുന്നവന്റെ മേൽ പകർന്നിരിക്കുന്നത് ഈ ഒരു ദൈവശക്തിയാ. ഹല്ലേലൂയ. അതൊക്കെ പോട്ടെ, നിന്നെ കുറിച്ച് ഞാൻ ഒരു സാക്ഷ്യം കേട്ടു, അതാണ് ഭയങ്കര രസം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചേ. വേറൊരു ബ്രദറിൻ്റെ അടുത്ത് പറയുന്നു, ഞാനിവിടെ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇനി വേണം വല്ലതും തിന്നു നന്നാവാനെന്ന്. ആളെ പിടിയിട്ടില്ലല്ലേ? ഹല്ലേലൂയ. അങ്ങ് പെരിങ്ങമലുള്ള ഒരാൾ, പെരിങ്ങമല വെങ്ങാനൂർ അതിനടുത്ത് തെറ്റിവിള അജിത്ത്, നിങ്ങളുടെ ഒരു റിലേറ്റീവാണ്. മനസ്സിലായില്ലല്ലേ? അത് തന്നെ, മാമൻ്റെ മോൻ. അപ്പോൾ പുള്ളി ഇന്ന് രാവിലെ എന്നെ കണ്ടു, എൻ്റെ ഒരു ബന്ധു നിങ്ങളുടെ ചർച്ചയിൽ വന്ന പാസ്റ്റേ, പുള്ളി എന്നോട് സാക്ഷിയൊക്കെ പറഞ്ഞു, ഇവിടെ വരാതിരുന്നെങ്കിൽ പുള്ളി പേടിച്ച് ചത്തുപോയേനെ. ആമേൻ. ഇവിടെ ഇനി വേണം വല്ലതും തിന്നിട്ട്, ഇനി വേണം വല്ലതും കഴിക്കാൻ. ഇനി വല്ലതും കഴിച്ചാൽ ഈ ഇരുട്ട രൂപങ്ങളും നിർത്തോണ്ട് പോകത്തില്ല, നീ രക്ഷപ്പെടും. ഹല്ലേലൂയ. ഇതുവരെ കഴിച്ചാൽ അവന്മാർ കൊണ്ടുപോയി, ഇനി നീ കഴിക്കുന്നതിൻ്റെ ചരിത്തി കിടക്കും. ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, പബ്ലിക്കായിട്ട് പറയുന്നതിൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ നിൻ്റെ സാക്ഷ്യമാണ്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും കാലം ഞാനിവിടെ CSI ചെന്നിരുന്നു, അതൊക്കെ എന്തോന്ന് ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായെന്ന്.
പറഞ്ഞു. ഹല്ലേലൂയ. ഇരിക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ ഇരിക്കണം, എങ്കിലേ വല്ല നടക്കുമെന്ന്. ആമേൻ. ഇതാ സാക്ഷ്യം എന്ന് പറയുന്നത്. ഒരു വാക്ക് മതിയെന്ന് ചിലതിനൊക്കെ പിടിക്കാൻ, ഒരു വാക്ക് മതിയെന്ന് ചിലതിനൊക്കെ തൊടാൻ. കാരണം ദൈവശക്തിക്ക് അങ്ങനെ വലിപ്പമുണ്ട്. ഓ ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇദ്ദേഹത്തെക്കുറിച്ച് എന്നോട് കേട്ട സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ വിളിപ്പിച്ചത്. 21 ദിവസത്തിൽ നടന്ന അത്ഭുതമായത്. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 21 ദിവസം ചെലവിട്ട് 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഉപവാസ പ്രാർത്ഥന ചെലവിട്ട് നടത്തുമ്പോൾ വല്ല ഗുണമുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഗുണമാണിത്. ഒരു കുടുംബം കയറിയെന്നിങ്ങോട്ട് പിശാച് പിടിച്ച് കെട്ടി വച്ചിരുന്ന ഒരു കുടുംബം ഇതിനകത്തോട്ട് കയറിയെങ്കിൽ സർവ്വ ലോകത്തെക്കാളും വിലയുള്ള ആത്മാവ് 2 ലക്ഷമൊക്കെ എന്തുവാ? ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ചിലതിനോട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, അഴിയാൻ പറഞ്ഞാൽ അഴിയും. അങ്ങനെ ഒരു കരുത്ത. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക. ആദ്യം ഊതിയപ്പോൾ പാമ്പ് തകർത്തു. രണ്ടാമത് ഊതുന്നതിന് മുമ്പേ യേശു പറഞ്ഞു, പാമ്പിനെ തകർക്കാനുള്ള ശക്തി ഞാൻ തരും. അല്ലേ? അത് മനുഷ്യനായിരുന്നപ്പോൾ ഊതിയില്ല. പുനരുത്ഥാനം ചെയ്തു വന്ന കർത്താവ് അപ്പോൾ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. ആത്മാവാകുന്ന ദൈവം ആത്മാവിൽ ഇറങ്ങി വന്ന് തകർന്നു കിടന്ന മനുഷ്യന്റെ മേൽ ഒന്നുകൂടെ ഊതിയേച്ചു പറഞ്ഞു, കരുത്തുറ്റ ദൈവശക്തിയെ നീ പ്രാപിക്കുക. എല്ലാവർക്കും എഴുന്നേക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ്, ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ആ ചിന്ത നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങളുടെ മേൽ പകരുന്നത് ഇനി തോൽക്കാനുള്ളതല്ല, ഇനി തോൽപ്പിക്കാനുള്ള ദൈവശക്തിയാണ്. ഇനി തോൽക്കാനുള്ളതല്ല, തോൽപ്പിക്കാനുള്ള ദൈവശക്തിയാണ്. വിശ്വസിക്കുന്നവരോടായി പരിശുദ്ധാത്മാവ് പറയുന്നു, തോൽക്കാനല്ല തോൽപ്പിക്കാൻ തക്കവണ്ണം. ആമേൻ. അകത്ത് കനലുള്ളത് കർത്താവിനറിയാം. അതുകൊണ്ടാണ് പറഞ്ഞ് ഒന്നുകൂടുന്ന ഊതിയാ മതി, കിടക്കുന്നത് കത്താൻ പോവുകയാണ്. ഇന്ന് പകലകത്ത് തീയുള്ള ചിലത് നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കാറ്റുകൂടൊന്ന് വീശിയാൽ ആമേൻ ആ ചാരത്തിൽ നിന്ന് ചിലത് കത്തുന്നത് ഈ ദിവസങ്ങളിൽ ജനം ലോകം കാണാൻ പോവുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിനോട് പറ, യേശുവേ, എനിക്ക് ആ നിലയിലേക്ക് ദൈവശക്തി എൻ്റെ മേലൊന്ന് പകർന്നു തരണം. ആ നിലയിലേക്ക് ദൈവമഹത്വം എൻ്റെ മേലൊന്ന് പകരണം. ഇന്ന് പകൽ വിശ്വസിക്കാൻ നിനക്ക് അവൻ കഴിയുമെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പിതാക്കന്മാരിൽ പലരും തോറ്റുപോയ ഇടം നിനക്കറിയാം, തോൽപ്പിച്ചവനെയും നിനക്കറിയാം. എന്നാൽ അവൻ്റെ മേൽ ചവിട്ടാനുള്ള ഒരു പ്രത്യേക അതോറിറ്റി, ഒരു പ്രത്യേക ശക്തി, ഒരു പ്രത്യേക ബലം ഈ തലമുറയിൽ ദൈവം തൻ്റെ മക്കളുടെ മേൽ സ്വർഗം കൈമാറുന്നത് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് പകലിൽ ആ ദൈവശക്തിയെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കൈമാറാൻ താല്പര്യപ്പെടുകയാ. യേശുവിന്റെ നാമത്താൽ ചെയ്യ. ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യത്തെ ഇതിനകത്ത് സ്വീകരിപ്പാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അതേ ബലത്തെ നിന്റെ മേൽ കൈമാറാൻ താല്പര്യപ്പെടുകയാ.